എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിലേക്കുള്ള അപേക്ഷകൾ കോൾ ഫോർ ചെയ്തു. ഇക്കാര്യങ്ങൾ അറിയാതെ പോകരുത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കട്ടെ, മറക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കോൾ ഫോർ ചെയ്തു. ഈ കാര്യങ്ങൾ അറിയാതെ പോലും നമുക്ക് നോക്കാം. വിദൂര വിഭാഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ CBCSS UG 3ാം സെമസ്റ്റർ BCom BA പൊളിറ്റിക്കൽ സയൻസ് BA അഫ്സൽ ഉലമ 2023 പ്രവേശനം നവംബർ 2025. BA BSc BCom BA അഫ്സൽ ഉലമ BA മൾട്ടിമീഡിയ 2020 മുതൽ 22 വരെ പ്രവേശനം നവംബർ 2025. BA മൾട്ടിമീഡിയ 2019-2020 പ്രവേശനം നവംബർ 2025. സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് പിഴ കൂടാതെ ഓഗസ്റ്റ് 4 വരെയും അപേക്ഷിക്കാം. പിഴയോടുകൂടി ഓഗസ്റ്റ് 11 വരെയും അപേക്ഷിക്കാം. അപേക്ഷാ ലിങ്ക് ജൂലൈ മാസം 21 മുതൽ അപേക്ഷാ ലിങ്ക് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. ഒന്നുകൂടെ വായിക്കാം. വിദൂര വിഭാഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ CBCSS UG 3ാം സെമസ്റ്റർ BCom BA പൊളിറ്റിക്കൽ സയൻസ് BA അഫ്സൽ ഉലമ 2023 പ്രവേശനം നവംബർ 2025. BA BSc BCom BA അഫ്സൽ ഉലമ BA മൾട്ടിമീഡിയ 2020 മുതൽ 22 വരെ പ്രവേശനം നവംബർ 2025. BA മൾട്ടിമീഡിയ 2019-2020 പ്രവേശനം നവംബർ 2024. സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾക്ക് ഓഗസ്റ്റ് 4 വരെ പിഴയില്ലാതെയും ഓഗസ്റ്റ് 11 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. ജൂലൈ 21 മുതൽ അപേക്ഷാ ലിങ്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാകും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക. കാണുന്നവർ നിങ്ങളുടെ കൂടെ ഉള്ളവർ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും അറിയാതെ പോകരുത്. ഓരോ പരീക്ഷാ രജിസ്ട്രേഷൻ വരുമ്പോൾ ഏറ്റവും അധികം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ആ പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ പുതുടുമി കാണുന്നവരുമായി നിസ്കൃത ഫൗണ്ടർ പ്രത്യേക ബൈ.